ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണസിരാ കേന്ദ്രങ്ങളെ മൊത്തത്തിൽ പിടിച്ചുലച്ചുകൊണ്ട് അതിശക്തമായ വഴിത്തിരിവുകളിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ ഭരണകക്ഷിയായ CPM-നും നിർണായകമാകുന്ന അതികഠിനമായ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നതും. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം, അതായത് SIT അന്വേഷണത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് കടന്നതോടെ ദേവസ്വം ബോർഡിന്റെ ഉന്നത തലപ്പത്തുള്ളവരും CPM ബന്ധമുള്ളവരും ഉൾപ്പെടെ പല പ്രമുഖരുടെയും അറസ്റ്റുകൾ ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഇത് ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ സന്നിധാനത്ത് തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് SITയുടെ ഈ ഞെട്ടിക്കുന്ന നീക്കങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ വമ്പൻ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി AKG സെന്ററിലെത്തി അടിയന്തര കൂടിയാലോചനകൾ നടത്തിയെന്ന വിവരവും ഈ സംഭവത്തിന്റെ തന്നെ രാഷ്ട്രീയപരമായ പ്രാധാന്യം എത്രത്തോളമാണ് എന്നതും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ കേസിലെ സംശയത്തിന്റെ നിലയിലുള്ള വാസു എന്ന വ്യക്തി കേരളം വിട്ടു പോകാതിരിക്കാൻ SIT ശക്തമായ നിരീക്ഷണ വലയം തന്നെ തീർത്തിട്ടുമുണ്ട്. ഇനി ഉണ്ടായേക്കാവുന്ന അറസ്റ്റുകൾ സർക്കാരിൻ്റെ മൂട്ടിൽ തീ പിടിപ്പിക്കുന്ന അതേ സാഹചര്യത്തിലാകുമെന്നും ദേവസ്വം ബോർഡിൽ സർക്കാർ ഒത്താശയോടെ കയറിക്കൂടിയ CPM-കാരിലേക്കാണ് അന്വേഷണം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇതോടെ CPM-ന്റെ അടിവയറ്റിൽ തീയാളുകയാണെന്ന തരത്തിലുള്ള ചർച്ചകളും സംസ്ഥാനത്ത് സജീവമായി നിലനിൽക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള നടന്ന 2019 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കും അന്വേഷണം നീളുമെന്ന ഹൈക്കോടതിയുടെ കർശന നിലപാടാണ് CPM നേതൃത്വത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്ത്, 2019 പ്രസിഡന്റായിരുന്ന A പത്മകുമാർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തമാണ് പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നത്, അന്വേഷിച്ചു വരുന്നത്. കേസിൽ പങ്കുണ്ടെന്ന് വ്യക്തമായാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഉടൻ തന്നെ വിശദമായി ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 2019 മുതലുള്ള തട്ടിപ്പുകൾ അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉറച്ച തീരുമാനം സർക്കാരിൻ്റെ ഏതാണ്ട് ഫ്യൂസ് ഊരിയ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. 30 വർഷത്തെ പ്രവർത്തനങ്ങളിൽ അന്വേഷണം വേണമെന്നായിരുന്നു സർക്കാരിൻ്റെയും CPM-ൻ്റെയും ആവശ്യം. ഇത് നിലവിലെ ബോർഡംഗങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. എന്നാൽ പിണറായി ഭരണത്തിൽ വൻ കൊള്ള നടന്നുവെന്ന് തെളിഞ്ഞാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന വലിയ ഭയം ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന് ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. 2019 സ്വർണ്ണക്കള്ളം നടന്നുവെന്നും 2025 ഈ കൊള്ളം മറച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നുമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്കെല്ലാം പിന്നിലെന്ന നിഗമനത്തിലാണ് അന്വേഷണവും പുരോഗമിച്ചു പോകുന്നത്. പോറ്റി കവർന്നെടുത്തെന്ന് കരുതുന്ന സ്വർണങ്ങളെല്ലാം തന്നെ വലിയ തരത്തിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടതുമാണ്. പിന്നിൽ പോറ്റിയാണെന്നുള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു ആദ്യമേ അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. ഇവിടെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ ഈ അന്വേഷണം പുരോഗമിക്കുന്നെല്ലാം പോറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പോറ്റി കവർന്നെന്ന് കരുതുന്ന സ്വർണം ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയത് കേസിൽ നിർണായകമായ വഴിത്തിരിവ് തന്നെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ദേവസ്വം ബോർഡിലെ മിനിറ്റ്സുകൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കത്തിടപാടുകൾ, സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനുള്ള ശുപാർശകൾ തുടങ്ങിയ എല്ലാ രേഖകളും അന്വേഷണ സംഘം സൂക്ഷ്മമായി പരിശോധിക്കുന്നുമുണ്ട്. അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അടക്കമുള്ളവരുടെ കത്തുകൾ പുറത്തു വന്നപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് തീരുമാനമെടുത്തു എന്നുള്ളതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ SIT പ്രധാനമായും പരിശോധിച്ചു വരുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ബോർഡ് ഭരണസമിതിയുടെ പങ്ക് വെളിപ്പെടുത്താൻ സാധ്യതയുമുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുമ്പേ തന്നെ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നുവെന്നും ശബരിമലയിലെ തന്ത്രികുടുംബവുമായുള്ള ബന്ധം ഇയാൾ ഇതിനൊരു മറയാക്കി എന്നുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് തന്നെ ലഭിച്ചിട്ടുമുണ്ട്. ഒരു കീശാന്തിയുടെ സഹായത്തിയായി അല്ലെങ്കിൽ ഒരു സഹായിയായി ശബരിമലയിൽ എത്തിയ ഇയാൾ പിന്നീട് തന്ത്രി കുടുംബവുമായി കൂടുതൽ അടുക്കുകയും തന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളായി ധനികരായ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ സ്വയം അവതരിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത ബന്ധവും സ്വാധീനവും ഉപയോഗിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിലെ ധനികരായ ഭക്തരുമായി സൗഹൃദം സ്ഥാപിച്ചതെല്ലാം. ഈ സൗഹൃദവും സ്വാധീനവും പറഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധൻ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലുള്ള ആളുകളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചേർന്നതും. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തമായൊരു സംഘവും ഉണ്ടായിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാര്യയുടെ
ദുരൂഹ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ അന്വേഷണം എന്താകുമെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എല്ലാവരോടും ശാന്തമായും അതുപോലെ സൗഹൃദപരമായും സംസാരിച്ചിരുന്ന പോറ്റി ശ്രീരാംപുരയിലായിരുന്നു വർഷങ്ങളായി താമസിച്ചിരുന്നത്. 2004 ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് ഇയാൾ താമസം മാറിയതും ക്ഷേത്രത്തിലെ ജോലി നഷ്ടപ്പെട്ടതും. ഈ മരണത്തിലെ വിവാദങ്ങളാണ് ഇതിന് കാരണമെന്നും സൂചനയുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ദുരൂഹത നീക്കാൻ SIT ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന ഇടനിലക്കാരനായ കൽപേഷിനെ കണ്ടെത്തിയിട്ടുമുണ്ട്. ചെന്നൈയിലെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനായ കൽപേഷ് സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും പാക്കറ്റ് വാങ്ങി ബെല്ലാരിയിലെ ഗോവർദ്ധന് എത്തിച്ചു നൽകിയെന്നുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. 31 വയസ്സുകാരനായ കൽപേഷ് രാജസ്ഥാൻ സ്വദേശിയാണ്. 13 വർഷമായി ചെന്നൈയിലെ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തു വരുന്ന ഇയാളുടെ ഉടമ ജെയിൻ എന്നൊരാളാണ്. ഉടമയുടെ നിർദ്ദേശമനുസരിച്ചാണ് താൻ പല സ്ഥലങ്ങളിൽ നിന്നും സ്വർണവും മറ്റു ഉരുപ്പടികളുമെല്ലാം എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ടെന്നും കൽപേഷ് പറയുന്നുമുണ്ട്. എന്നാൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ല എന്നാണ് കൽപേഷ് അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ SIT ശേഖരിക്കുന്നുമുണ്ട്. SITയെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡിലെ നടപടികൾക്കെതിരെ അന്വേഷണ സംഘം ഇപ്പോൾ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സംഘം ഈ പറഞ്ഞ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട 1998-99 കാലത്ത് വിജയ് മല്യ ശ്രീകോവിലിൻ്റെ മേൽക്കൂരി അടക്കം സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം ഉദ്യോഗസ്ഥർ ഇതുവരെ കൈമാറിയിട്ടില്ല. ഇത് കളവ് പോയതാണോ, ഇത് കാണാനില്ലാത്തതാണോ, അതോ എടുത്തു മാറ്റിയതാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. രേഖകൾ നൽകാതെ ഉദ്യോഗസ്ഥർക്കെതിരെ, അല്ലെങ്കിൽ രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥരെതിരെ എല്ലാം നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകുകയും ഉടൻ തന്നെ രേഖകൾ ലഭ്യമാക്കണമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ദേവസ്വം കമ്മീഷണറെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജോലികളുടെ ചുമതല ഉണ്ടായിരുന്ന മരാമത്ത് വിഭാഗത്തിലെ ഫയലുകളും മഹസർ ഉൾപ്പെടെയുള്ള രേഖകളുമാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിരുന്നു എന്നുള്ളതും നാം ഇവിടെ മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ അന്വേഷണം തുടങ്ങുന്നതെല്ലാം. ഇതിൽ നിന്നാണ് ദ്വാരപാലക ശില്പപാളികളടക്കം പൂശിയ സ്വർണത്തിൻ്റെ അളവ് വിജിലൻസിന് ലഭിച്ചത്. ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായുള്ള മറ്റ് രേഖകളാണ് പുതിയതായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താനായില്ല എന്നതും അതുപോലെ രേഖകൾ നശിപ്പിക്കപ്പെട്ടെന്ന സംശയങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. എങ്കിലും അന്വേഷണ സംഘം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. പോറ്റിയെ പോറ്റി വളർത്തിയത് ദേവസ്വം ബോർഡും CPM-ഉം ചേർന്നാണെന്നുള്ള ആരോപണം ഉയർന്നതോടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പ്രതിരോധത്തിന് വേണ്ടി തന്ത്രി കുടുംബത്തിലേക്ക് വിരൽ ചൂണ്ടിയതും ഇവിടെ നാം കണ്ടതാണ്, അറിഞ്ഞതാണ്. 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും തൻ്റെ കാലം മുതൽ അല്ലെന്നും 2007 മുമ്പ് ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി ആരാണെന്ന് അന്വേഷണം നോക്കണമെന്നുമായിരുന്നു പത്മകുമാറിൻ്റെ വിമർശനമുണ്ടായിരുന്നത്. തിരുവനന്തപുരം കാരേറ്റ് സ്വദേശിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരാണ് ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗോഡ് ഫാദർ എന്ന ചർച്ച പലതരത്തിൽ നടക്കുന്നുണ്ട്. ആരും സഹായത്തിനില്ലാതെ, ആരുടെയും സപ്പോർട്ടില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള വിമർശനങ്ങൾ ശക്തമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തലെല്ലാം ഉണ്ടാകുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതാണ്. ഇതിനിടയിലാണ് ജലഹള്ളിയിലേക്ക് തന്നെ പത്മകുമാറിൻ്റെ വിരൽ ചൂണ്ടി വച്ചിരിക്കുന്നതും. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠർ രാജീവരാണെന്ന് വ്യക്തത വരുന്നത്. അതായത് രാജീവർ എന്ന തന്ത്രിക്കെതിരെയാണ് പത്മകുമാർ ആരോപണം ഉന്നയിക്കുന്ന സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും തന്ത്രി വഴിയാണ് ശബരിമലയിൽ എത്തിയതെങ്കിലും തട്ടിപ്പുകളിൽ തന്ത്രിക്ക് പങ്കില്ലെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 2007 കണ്ഠർ രാജീവരായിരുന്നു ജാലഹള്ളിയിലെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്നാണ് ലഭ്യമായ വിവരങ്ങളെല്ലാം. ആലപ്പുഴയിലെ കീഴ്ശാന്തിയുടെ സഹായിയായാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി 2007 ശബരിമലയിലെത്തുന്നത്. ജാലഹള്ളിയിലെ മുൻ ശാന്തിക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതും വസ്തുതയുള്ള കാര്യമാണ്. രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ വാതിലിൽ സ്വർണം പൂശിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെയായിരുന്നു. ഇത് 2019 മാർച്ചിൽ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൂശി സമർപ്പിച്ച ശേഷമായിരുന്നു എന്നതും അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട വിവരമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പോറ്റിയുടെ സ്വർണം അതുപോലെ തന്നെ ഭൂമി ഇടപാടുകളെക്കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ശ്രീരാംപുരം നിവാസികളെ ഞെട്ടിച്ചിരിക്കുകയുമാണ്. വൻകിട പലിശ ഇടപാടുകൾ നടത്തുമ്പോഴും പരിചയക്കാരിൽ നിന്ന് ചെറുതുകകൾ കടം വാങ്ങുന്ന പ്രത്യേകക്കാരനായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു, പ്രാകൃതക്കാരനായിരുന്നു ഈ പറഞ്ഞ പോറ്റി. ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായതിൻ്റെ മേൽവിലാസം പോറ്റി തൻ്റെ തട്ടിപ്പുകൾക്ക് ഗുണകരമായി ഉപയോഗിച്ചു, അല്ലെങ്കിൽ അതിവിദഗ്ധമായി അത് ഉപയോഗിച്ചായിരുന്നു എല്ലാ തട്ടിപ്പുകളും നടത്തി വന്നിരുന്നത്. വരും ദിവസങ്ങളിൽ SIT നടത്തുന്ന അറസ്റ്റുകളും തുടർന്നുണ്ടാകുന്ന ചോദ്യം ചെയ്യലുകളും സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ കർശന മേൽനോട്ടത്തിലുള്ള അന്വേഷണം നീതി ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അയ്യപ്പ ഭക്തരും അതുപോലെ തന്നെ പൊതുസമൂഹവും നിലകൊള്ളുന്നതും. ഇവിടെ ഈ പറഞ്ഞ
പോറ്റി അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ മുൻ പ്രസിഡന്റോ ഇപ്പോഴത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള കള്ളത്തരങ്ങൾ, പൊള്ളയായ ആരോപണങ്ങൾ, സത്യം മറച്ചുവെക്കൽ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഈ സാഹചര്യത്തിൽ പുറത്തു വന്നാൽ അത് ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്നത്, ഏറ്റവും അധികം കോളിളക്കമുണ്ടാക്കുന്നത് CPM-നും LDF-നുമാണ്. കാരണം അവർ ഭരിക്കുന്ന കാലങ്ങളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘവും അന്വേഷിച്ച് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് CPM-ന് ഏറ്റവും വലിയ പ്രധാന തലവേദനയായി മാറുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്.